ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദ പഞ്ചാംഗം, നോമ്പുകാലം, 2-ാം ഞായർ. സഭയെ നശിപ്പിക്കുന്ന വിമതരെ മെത്രാൻ നിലയ്ക്ക് നിർത്തണം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസ് എന്ന മെത്രാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 3 മുതൽ 10 വരെ തിരുവചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാരഗർഭമായ വചനങ്ങളും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളും അനുസരിക്കാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുന്നവൻ യാതൊന്നും തിരിച്ചറിയാതെ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ഒഴിയാബാധ പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയിൽ നിന്ന് അസൂയ, ഷണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വാദകോലാഹലം എന്നിവ ഉളവാകുന്നു. ദൈവഭക്തി ധനലാഭത്തിലുള്ള മാർഗമാണെന്ന് അവർ വിചാരിക്കുന്നു. ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടം തന്നെ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാനും നമുക്ക് കഴിയില്ല. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. പണക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യരെ അനർത്ഥനാശങ്ങളിലേക്ക് തള്ളിയിടുന്ന മൗഢ്യവും ദോഷകരവുമായ പല ആസക്തികൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. എന്തെന്നാൽ ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിനും മൂല കാരണം. ഇതിനോടുള്ള ആർത്തി മൂത്ത് ചിലർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒട്ടേറെ വ്യഥകളാൽ പിളർക്കപ്പെട്ടിരിക്കുന്നു. വളരെ ശക്തമായ തിരുവചനമാണ് പൗലോസ് തിമോത്തിയോസ് എന്ന് പറഞ്ഞ മെത്രാൻ എഴുതിയിരിക്കുന്നത്. ഇത് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കും വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഓരോ വാക്കുകളും നമുക്ക് വ്യാഖ്യാനിക്കാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. എങ്കിലും ഇതിന്റെ പശ്ചാത്തലം, ഇത് എഴുതാനുള്ള പശ്ചാത്തലവും പ്രധാനപ്പെട്ട ചില വാക്കുകളുടെ വ്യാഖ്യാനവും ഞാൻ നൽകാം. പൗലോസിന്റെ അടുത്ത സുഹൃത്തായിരുന്നു തിമോത്തിയോസ്. 2 തിമോത്തി 1:5, സ്ലീഹന്മാരുടെ നടപടി 16:1-3. പൗലോസ് മക്കദോനിയ, ഗ്രീസില് അതിന്റെ നോർത്ത് വടക്ക് ഭാഗത്തുള്ള സ്ഥലമാണ് മക്കദോനിയ. ആ മക്കദോനിയയിൽ ആയിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. അത് ഈ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിക്കപ്പോളിസ് എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പൗലോസ്. തീത്തോസിന്റെ ലേഖനത്തില് 3-ാമത്തെ അധ്യായം 12 അത് പറയുന്നുണ്ട്. എഫെസസിലെ സഭയിലെ പ്രശ്നങ്ങളെ കുറിച്ച് അങ്ങനെ നിക്കപ്പോളിസ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് അറിവ് കിട്ടുന്നത്. അവിടെ നിന്നുള്ള ആളുകൾ വന്ന് എഫെസസിലെ സഭ, ഇപ്പോഴത്തെ തുർക്കിയിലാണ് ഈ എഫെസസ്, ആ എഫെസസിലെ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പൗലോസിന് അറിയിക്കുകയാണ് അവര്. സഭയുടെ നേതൃത്വത്തിലുള്ളവർ തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതാണ് പ്രശ്നം. സഭയുടെ നേതൃത്വത്തിലുള്ള ചിലര്, ഞാൻ ആവർത്തിക്കുക, അന്ന് എഫെസസില്, ഇന്ന് നമ്മുടെ സഭയില് സഭയുടെ നേതൃത്വത്തിലുള്ള ചിലര് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കൈകാര്യം ചെയ്യാനും അങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും പൗലോസ് തിമോത്തിയോസിനെ അവിടേക്ക് അയച്ചിരുന്നു. ഇത് 1-ാമത്തെ അധ്യായം 3 മുതൽ 30 വരെ വാക്യങ്ങളിലും 4-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിനെ സന്ദർശിക്കാൻ പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട് ഈ എഫെസസിൽ പോയിട്ട്. അത് 3:14, 4:13 പറഞ്ഞിട്ടുണ്ട് ഈ ലേഖനത്തില്. പക്ഷെ ഉടനെ സാധിക്കില്ല. താൻ എഫെസസിൽ എത്തുമ്പോഴേക്കും അവിടെയുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ എഴുതി തിമോത്തിയോസിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അതാണ് തിമോത്തിയോസിനുള്ള ഈ ലേഖനം. ഈ 1-ാമത്തെ ലേഖനം അതാണ് മെയിനായിട്ട്. അതിൽ 6-ാമത്തെ അധ്യായത്തിൽ 3 മുതൽ 10 വരെ വാക്യങ്ങളാണ്. എഫെസസിനെ, അവിടുത്തെ സഭയെ താറുമാറാക്കി നാശം വിതയ്ക്കുന്ന വ്യാജ പ്രബോധങ്ങളെ കുറിച്ചുള്ള വിമർശനം തുടരുകയാണ്. 1-ാമത്തെ അധ്യായം 3 മുതൽ 11 വരെ വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു രൂപരേഖ കിട്ടും. ഈ വ്യാജ പ്രബോധകരെ കുറിച്ച് 1-ാമത്തെ അധ്യായം, ഈ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 3 മുതൽ 11 വരെ വാക്യം പറയുന്നുണ്ട്. ഈ എഫെസസ് സഭയെ താറുമാറാക്കി നാശം വിതയ്ക്കുന്ന ആ കള്ളപ്രബോധകർക്കെതിരെയുള്ള ആ വിമർശനം പൗലോസ് തുടരുകയാണ്. ധാർഷ്ട്യം, വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ആസക്തി, നേതൃത്വത്തെക്കുറിച്ചുള്ള വികലമായ വീക്ഷണം, ഇതാണ് വ്യാജ പ്രബോധനം പ്രചരിപ്പിക്കുന്നവരെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അവിടെ പറയുന്നില്ലേ, പശ്ചാത്തപിക്കുന്നില്ലെങ്കിലും ചേർത്ത് പിടിക്കുക, മത തീവ്രവാദികളുമായി കൂട്ടുകെട്ടി സഭയെ നശിപ്പിക്കുന്നെങ്കിലും ചേർത്ത് പിടിക്കുക, അവർക്ക് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആക്കുക, പറ്റുമെങ്കിൽ ഷെവലിയർ സ്ഥാനം കൊടുക്കുക, പറ്റുമെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ജയിപ്പിക്കുക, സഭയെ നശിപ്പിക്കുക. തങ്ങളുടെ പ്രബോധനങ്ങൾക്ക് അവർ വലിയ പണം ഈടാക്കുന്നു ഈ കള്ളപ്രബോധകന്മാര്. അങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാവുന്ന അതിമോഹവും അവർക്കുണ്ട്. 6:10 അത് പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. തീത്തോസിന്റെ ലേഖനത്തിൽ 1:11 പറയുന്നുണ്ട്. സത്യം പഠിപ്പിക്കുന്നതിനേക്കാൾ
പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർക്ക് താല്പര്യം. പുതുമ തേടി നടക്കുന്നവർ അവരെ ശ്രവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം പറയണേ. ഇത് സഭയുടെ ഗുണമേന്മയെ ബാധിക്കുമെന്നതിനാൽ കർശനമായ നടപടികൾ എടുക്കാൻ മെത്രാനായ തിമോഥെയോസിനോട് പൗലോസ് ആവശ്യപ്പെടുന്നു. ഇതാണ് 6 അധ്യായം 3 മുതൽ 10 വരെ. ഇത് മാണിപ്പംലസിന്റെ വ്യാഖ്യാനമൊന്നുമല്ല. നിങ്ങൾക്ക് ഏത് വ്യാഖ്യാനം ഇപ്പൊ എല്ലാം ഇന്റർനെറ്റിലൊക്കെ കിട്ടുമല്ലോ. നിങ്ങൾ നല്ല വ്യാഖ്യാന പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെയും കാണാം. എന്താണ് പൗലോസ് പറയുന്നത്? 3-4 വാക്യങ്ങൾ നോക്കിയാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാരഗർഭമായ വചനങ്ങളും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളും അനുസരിക്കാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുന്നവൻ യാതൊന്നും തിരിച്ചറിയാതെ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുള്ള ഒഴിയാബാധ പിടിച്ച് ചീർത്തിരിക്കുന്നു. 2 വാക്കുകൾ, സാരഗർഭമായ വചനങ്ങൾ എന്ന് വെച്ചാൽ ക്രിസ്തു ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദിവ്യ വെളിപാടിന്റെ ആകത്തുകയാണ് ഈ സാരഗർഭമായ വചനങ്ങൾ, ആഴത്തിലുള്ള വചനങ്ങൾ. ഇതിലേക്ക് ആഴത്തേക്ക് പോകാൻ താല്പര്യമില്ലല്ലോ. നിങ്ങൾ എന്റെ വീഡിയോ തന്നെ നോക്കിയാൽ ആരെങ്കിലും തെറി പറയുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് കാണാനുണ്ട്. വചനം പഠിപ്പിക്കുന്ന, ആഴത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനോ വളരെ കുറച്ച് പേരാ. അവരൊക്കെ ഈ കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെടും. ക്രിസ്തുവിന്റെ സാരഗർഭമായ വെളിപാടുകള്, പ്രബോധനങ്ങള് സ്വീകരിക്കാതെ, അത് തിരിച്ചറിയാതെ എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാ. അതിനുപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് എപ്പിസ്റ്റേമേ എന്നാണ്. എപ്പിസ്റ്റേമേ ഏറ്റവും ഉയർന്ന അറിവിനാണ് അത് ഉദ്ദേശിക്കുന്നത്. തീത്തോസ് 1:1 അത് പറയുന്നുണ്ട്. അതായത് സത്യത്തെ തിരിച്ചറിയുന്നതാണ് എപ്പിസ്റ്റമേ. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ സത്യം തിരിച്ചറിയല. അത് ഈ വ്യാജ പ്രബോധകർക്കില്ല. പിന്നെ എന്താണ് വ്യാജ പ്രബോധകർക്കുള്ളത്? അത് പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നോക്കിയേ. സാരഗർഭമായ വചനങ്ങളും ദൈവഭക്തി ചേർന്ന പ്രബോധനം അനുസരിക്കാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുന്നവൻ യാതൊന്നും തിരിച്ചറിയാതെ, എന്ന് വെച്ചാൽ സത്യം തിരിച്ചറിയാതെ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും, എറണാകുളത്ത് വിമത വൈദികരും അൽമായി മുന്നേറ്റക്കാരും ചെയ്തതല്ലേ, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ഒഴിയാബാധ പിടിച്ച് ചീർത്തിരിക്കുക. അവർ കൽദായരായിരിക്കെ ഞങ്ങൾ കൽദായവൽക്കരണത്തിന് അനുകൂലമല്ല, ഞങ്ങൾ എതിരാണ്, കൽദായ സഭയിലാണ്, കൽദായ കുർബാന ചൊല്ലണേ, പക്ഷെ അതിനെ എതിർത്തോണ്ടിരിക്കും. ഇങ്ങനെ ഈ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക, വാക്കുകളെ ചൊല്ലി തർക്കിക്കുക. ഇതൊരു ഒഴിയാബാധയായി അവരിങ്ങനെ ചീർത്തിരിക്കാന്നാ പറയണേ. ഒഴിയാബാധയായി അവരെ പിടിച്ച് ചീർത്തിരിക്കുന്നു. ആര്? ഈ വിമതര്, വ്യാജ പ്രബോധകര്, കള്ളപ്രവാചകര്. ഇത് അന്ന് എഫെസസിലുണ്ടായ അതേ പ്രശ്നം ഇന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തേത് ഇത് പറയണേ. ഈ മുൻപ് ഈ എറണാകുളത്തെ പ്രശ്നം വരുന്നതിന് മുമ്പ് ഇതൊക്കെ വായിക്കുമ്പോഴും ഇതിന് വ്യാഖ്യാനിക്കുമ്പോഴും ഇത്രയും വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പൗലോസ് ഇത്തരം കർശനമായി വാക്കുകൾ ഉപയോഗിക്കണേന്ന്. നമ്മൾ സ്നേഹം, ക്ഷമ, കരുണ എന്ന് മാത്രമല്ല കേൾക്കേണ്ടത്, ഈ വക കാര്യങ്ങളും കേൾക്കണം. 6:6 തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 6:6 ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുന്നതിന് ദൈവഭക്തി വലിയൊരു നേട്ടം തന്നെ. ദൈവഭക്തി നേട്ടമാണ്. സാമ്പത്തിക നേട്ടത്തിനല്ല ദൈവഭക്തി ഉപയോഗിക്കുക. അത് വ്യാജപ്രബോധകരെയും കള്ളപ്രവാചകന്മാരുടെയും ഒക്കെ രീതിയാണ്. ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അത് ആത്മീയ നേട്ടമാണ്. ആത്മീയ നേട്ടം, അതായത് ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നതാണ് ഭക്തി. അല്ലാതെ മെഴുകുതിരി കത്തിക്കുന്നതോ നൊവേന ചൊല്ലുന്നതോ അതൊക്കെ വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ശരിയായ ഭക്തി എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കുക. എന്നിട്ട് ഇയ്യോബിന്റെ ഒരു വചനം കോട്ട് ചെയ്യാണ്. അതുപോലെ കോട്ട് ചെയ്യാണ് പൗലോസ്. ഇഹലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാനും കഴിയില്ല. ഉണ്ണാനും എടുക്കാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. എത്രയോ നല്ല സന്ദേശമാണിത്. ഇഹലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാനും കഴിയില്ല എന്ന് വിചാരിച്ചപ്പോൾ ജോലി ചെയ്യാതിരിക്കുകയോ പദവികൾ ആവിഷ്കരിക്കാതിരിക്കുകയോ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാതിരിക്കുകയോ ഒന്നും പാടില്ല. പക്ഷേ ഉണ്ണാനും എടുക്കാനുള്ളത് വേണ്ടു നമുക്ക്, അതുകൊണ്ട് തൃപ്തിപ്പെടാം. അതേസമയം ചില കഴിവ് കിട്ടിയൊരു വ്യവസായം നടത്തോ, വ്യാപാരം നടത്തോ, മറ്റുള്ളവർക്ക് ജോലി കൊടുക്കോ, അതൊക്കെ വേണം. പക്ഷേ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ഇഹലോകത്ത് ജീവിക്കാൻ, അർത്ഥപൂർണമായി ജീവിക്കാനാണ് അതൊക്കെ നൽകിയിരിക്കുന്നത്. അല്ലാതെ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടി മക്കൾക്കെല്ലാം കൊടുത്ത് അവർ തമ്മിൽ തല്ലിടിച്ച് ഒരു കാര്യമില്ല. അപ്പോ ഈ ഇയ്യോബ് പറഞ്ഞല്ലോ, ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും കഴിയില്ല. നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി ഞാൻ തിരിച്ചു പോകും. ഒന്നും ഇല്ലേ, ഞാൻ നഗ്നനായി വന്ന് നഗ്നനായി തിരിച്ചു പോകും. അതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കാനായിട്ട് ഒരു ന്യായവും എനിക്കില്ലെന്നാണ് ഇയ്യോബ് പറയുന്നത്. അത് തന്നെ പ്രഭാഷകനും പറയുന്നത് 5:15 ജ്ഞാനത്തിന്റെ രചയിതാവ് പറയുന്നുണ്ട് 7:3-6. ഇനി 6:10 വാക്യം, അവസാനത്തെ വാക്യം ഇന്നത്തെ വായനയിൽ.
പണക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യരെ അനർത്ഥനാശങ്ങളിലേക്ക് തള്ളിയിടുന്ന മൗഢ്യവും ദോഷകരമായ പല ആസക്തികൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ഞാൻ വല്ലതും വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. എന്തെന്നാൽ ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിന് മൂല കാരണം. നമുക്കറിയാലോ, എറണാകുളത്തല്ലേ ശരിയായ പ്രശ്നം. ഇതിനോടുള്ള ആർത്തിമൂത്ത്, അതായത് ദ്രവ്യത്തോടുള്ള ആർത്തിമൂത്ത് ചിലര് വിശ്വാസത്തിന് വ്യതിചലിച്ച് ഒട്ടേറെ വ്യഥകളാൽ പിളർക്കപ്പെട്ടിരിക്കുന്നു. ഇതിനും വ്യാഖ്യാനം ആവശ്യമുണ്ടോ? പണക്കാരെന്ന് പറയുമ്പോൾ പണക്കാരെയല്ല, പണമുള്ളവരെ അല്ല ഉദ്ദേശിക്കുന്നത്, പണാർത്തിയുള്ളവരെ, ധനാസക്തിയുള്ളവരെ, അതായത് കിട്ടിയിട്ടും പോരാതെ ഇങ്ങനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വെപ്രാളം കുട്ടി നടക്കുന്നവര്, അവരുദ്ദേശിക്കുന്നത്. പണക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്നവര്. നമുക്ക് പണം വേണം, പണം ജീവിക്കാൻ പണം വേണം, മറ്റുള്ള സഹായിക്കാൻ പണം വേണം, അതൊക്കെ അല്ലേ, ഒരുപാട് പദ്ധതികൾക്ക് പണം വേണം, സഭയുടെ കാര്യങ്ങൾക്കും പണം വേണം. പക്ഷെ അതൊന്നും അല്ല തെറ്റ്. പക്ഷെ പണാർത്തി, പണ ആസക്തി അത് കൊള്ളില്ല. ഇത് കിട്ടാതെ പണം ഇങ്ങനെ കുന്നുകൂട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ അതുണ്ടാകരുത്. നമുക്ക് വേണ്ടി തന്നെ ഇങ്ങനെ സമ്പാദിച്ചു വെക്കുന്ന ഒരു അപകടം വർണ്ണനാതീതമാണ്. നാം ആത്മാവിൽ ദരിദ്രരായില്ലെങ്കിൽ, മത്തായി 5:3 കർത്താവ് പറയുന്നുണ്ട്, പണത്തിന്റെ താഴോട്ടുള്ള വലിക്കല് നമ്മെ നാശത്തിലേക്ക് എത്തിക്കും, നരകത്തിലേക്ക് എത്തിക്കും. ഞാനൊന്ന് ആവർത്തിക്കാതെ, നാം ആത്മാവിൽ ദരിദ്രരായില്ലെങ്കിൽ, അതായത് പണത്തോടൊരു നിസ്സംഗത പാലിക്കുന്നില്ലെങ്കിൽ, ഈ പണത്തിന് താഴോട്ട് വലിക്കാനുള്ള ശക്തിയുണ്ട്, അതിനൊരു ഗുരുത്വാകർഷണമുണ്ട്. അത് നമ്മൾ വലിച്ച് ഭൂമിയിലേക്കല്ല ഇടുക, നരകത്തിലേക്ക് ഇടും. ലൂക്കാസിന്റെ സുവിശേഷം 12:15-21. അതുകൊണ്ടാണ് വളരെ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് പൗലോസ് ദ്രവ്യാഗ്രഹത്തിനെതിരെ, പണാർത്തിക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നത്. അത് മെത്രാൻ തന്നെ നിയന്ത്രിക്കണമെന്നാണ് പറയണത് കേട്ടോ. ഇത് പണക്കാർക്ക് കൊടുക്കുന്ന ഉപദേശമല്ല. ആർക്ക് എഴുതിയിരിക്കുന്നത്? തിമത്തിയോസ് എന്ന മെത്രാന്. പൗലോസ് എഴുതിയിരിക്കുന്ന പണക്കാർക്കല്ല ഈ ലേഖനം, തിമത്തിയോസ് എന്ന മെത്രാന്. ഈ ജോൺ ക്രിസോസ്റ്റം ഹോമിലീസ് ഓൺ ഫസ്റ്റ് തിമത്തി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ട്, രചനയുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ജോൺ ക്രിസോസ്റ്റം, വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം, സമ്പത്തിന്റെ തിന്മകൾ എന്തൊക്കെയാണ്? തട്ടിപ്പുകള്, കവർച്ചകള്, പിശുക്ക്, ശത്രുത, കലഹം, അംഗം. എന്നിട്ട് അദ്ദേഹം പറയാ, പണാർത്തി ഉപേക്ഷിക്കുക, നിങ്ങൾക്ക് യുദ്ധം, സംഘർഷം, ശത്രുത, പക, കലഹം എന്നിവ ഒഴിവാക്കാം. ഇപ്പൊ നമ്മള് ഇല്ലേ, താരിഫ് യുദ്ധം ലോകത്തിന് മുഴുവൻ നടക്കുകയാണ്. അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ, സകല രാഷ്ട്രങ്ങളും എന്താണ്? പണാർത്തി തന്നെ. പണമുള്ളവനാണ് ലോകത്തെ നിയന്ത്രിക്കുക. അപ്പോ അത് ആ പണാർത്തി ഇല്ലേ വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും ഇല്ലേ സമൂഹത്തിൽ നിന്ന് രാജ്യത്തിലേക്കൊക്കെ വരുമ്പോൾ യുദ്ധം, സംഘർഷം, ശത്രുത, പക, കലഹം. മതങ്ങളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ രക്തം ചിന്തിയിരിക്കുന്നതെന്ന് വെറുതെ ഒരു നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല, പണത്തിന്റെ പേരിലാണ്, പണത്തിന്റെ പേരില. പിന്നെ ഒരു മതം, സമാധാനത്തിന് മതം എന്ന് പറയുന്നവര്, അവർ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പണം സമ്പാദിച്ച് ലോകത്തെ മുഴുവൻ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ കീഴിലാക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ്. മതത്തിന്റെ പേരിലല്ല ഏറ്റവും കൂടുതൽ രക്തം ചൊരിച്ചിട്ടുണ്ടായിരിക്കുന്നത്, പണത്തിന്റെ പേരിലാണ്. ആ ഒരു മതം എന്ന് വിളിക്കുന്നത് പണത്തിന്റെ പേരിൽ യുദ്ധം ചെയ്താൽ അത് മതത്തിന്റെ പേരിൽ യുദ്ധമല്ല, മതത്തിന്റെ പേരിൽ യുദ്ധമല്ല. ലോകം മുഴുവൻ കീഴടക്കിയിട്ട് ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കാനായിട്ട് ഒരു മതത്തിന്റെ ഒരു ചോക്ലേറ്റ് ധരിച്ചു വന്നു. അതുകൊണ്ട് മറ്റു മതങ്ങൾക്ക് ദോഷപ്പേരുണ്ടായിരുന്നു മാത്രം. ഞാൻ ആവർത്തിക്കുക, പണമാണ്, ദ്രവ്യാഗ്രഹമാണ് സകല ദോഷത്തിനും കാരണമെന്ന പൗലോസിന്റെ വാക്കുകൾ അക്ഷരശ ശരിയാണ്. അപ്പൊ അതിനെതിരെ നടപടിയെടുക്കേണ്ടത് മെത്രാനാണ്. മെത്രാൻ നിലയ്ക്ക് നിർത്താൻ മെത്രാന്മാർക്ക് കഴിയണം. വളരെ ചെറുപ്പം മെത്രാനായിരുന്നു, ഈ 10-35 വയസ്സോ മറ്റോ ഉള്ളൂ ഈ തിമോത്തിയോസ് മെത്രാന്. വളരെ ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കർശന നടപടിയെടുക്കാനാണ് പൗലോസ് പറയണേ. അദ്ദേഹം ചെറിയ രോഗിക്കായിരുന്നു, വയറിന് അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി ഒരു തുള്ളി വീഞ്ഞു കുടിക്കുന്ന എന്റെ വയറിന്റെ അസുഖമൊക്കെ മാറുന്നൊക്കെ പറയണേ. അതൊക്കെ ഉണ്ടെങ്കിലും കർശനമായ നടപടികൾ എടുക്കണം. പൗലോസിന്റെ ആജ്ഞയാണ് അത്. നമ്മുടെ വേദപുസ്തകത്തിൽ വചനമായിട്ട് വന്നിരിക്കുക, എല്ലാ മെത്രാന്മാർക്കുമുള്ള ആജ്ഞയായിട്ട്. ഇത് മാണിപ്പറമ്പിച്ചൻ പറയുന്ന വാക്കുകളല്ല, പൗലോസിന്റെ വാക്കുകളാണ്. അത് ആ തരത്തിൽ തന്നെ ഉൾക്കൊള്ളാനും ഇത് നമ്മുടെ തിരുവചനമാണെന്നും നമ്മുടെ നോമ്പ് കാലത്തെ വായനയ്ക്ക് നമുക്ക് നൽകപ്പെട്ട ഇതാണെന്നും ഓർക്കണം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുക, തിമോത്തിയോസ് എന്ന മെത്രാനുള്ള കത്താണിത്. തീർച്ചയായിട്ടും നമ്മുടെ സന്ദേശം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ മെത്രാന്മാർക്കാണ് ഒന്നാമത് മെത്രാന്മാരാണ് അത് പ്രയോഗത്തിൽ ഒന്നാമത് വരുത്തേണ്ടത്, അവരുടെ രൂപതകളിലാണെങ്കിലും അവരുടെ സ്ഥലങ്ങളിലാണെങ്കിലും. അപ്പോൾ ഇത് മേലെ നിന്ന് തൊട്ട് താഴോട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ.
നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാൻ കഴിയട്ടെ. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ഇങ്ങനെയുള്ള ആസക്തികൾ ഒഴിവാക്കുക. അതാണ് നമ്മൾ ഉപവാസത്തിന്റെ ലക്ഷ്യമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അങ്ങനെ ഒഴിവാക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിക്കാനും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.